ഹിജ്റ 11-ാം വർഷം 29 സഫർ 29-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ ജനാസ, ഒരു സ്വഹാബിയുടെ മയ്യത്ത് ജനാസ മറമാടി ഖബർസ്ഥാനിൽ നിന്ന്, ബഖീഇൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് പ്രവാചകന് രോഗം ബാധിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രവാചകൻ രോഗിയായി, ശക്തമായ മരണത്തിന് കാരണമായ രോഗത്തിന്റെ തുടക്കം അവിടുന്നാണ്. പിന്നീട് 11 ദിവസം രോഗിയായി കൊണ്ടിരിക്കെ പ്രവാചകൻ സഹാബികൾക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പ്രവാചകൻ നേതൃത്വം നൽകി എന്നുള്ളതാണ്. അങ്ങനെ 11 ദിവസം നേതൃത്വം നൽകി. രോഗം മൂർജിച്ചു വരുമ്പോൾ, രോഗം കൂടി വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബികളോടായിക്കൊണ്ട്, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഭാര്യമാരോട് ചോദിച്ചു, ഐന അനല്യവും ഐന അനഗദൻ. അതോ പ്രവാചകന്റെ ഓരോ ഭാര്യമാർക്കും ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ഇന്ന ഭാര്യയുടെ വീട്ടിൽ ഇന്ന ദിവസം. അപ്പൊ പ്രവാചകന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാനായിരുന്നു ആ ദിവസം ആഗ്രഹം. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് ഞാൻ ആരുടെ വീട്ടിലേക്കാണ് പോകാനുള്ളത്, അതേപോലെ നാളെ ഞാൻ ആരുടെ വീട്ടിലാണ് താമസിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോ കൂടെയുണ്ടായിരുന്ന മറ്റു ഭാര്യമാർ അവർ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പ്രവാചകന്റെ ആഗ്രഹം മനസ്സിലാക്കി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാൻ അനുവാദം നൽകി എന്നുള്ളതാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന 2 സ്വഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ചുരുക്കി പറയാണ്, വിശാലമായി വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മഹദി പരിശുദ്ധ ഖുർആനിലെ മുഅവ്വദതൈനിയും ഖുർആനിന്റെ അവസാനത്തെ സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് അടങ്ങുന്ന സൂറത്തുകൾ ഓതിക്കൊടുത്തു. അങ്ങനെ ഓതി സ്വന്തം മഹദിയുടെ കൈകൊണ്ട് തടവുന്നതിന് പകരം പ്രവാചകന്റെ കൈകൊണ്ട് തടവി. പ്രവാചകന്റെ കൈയുടെ ആ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവൻ തടവി എന്നുള്ളതാണ്.